എൻ്റെ ഒരു മകള് ഈ ആലപ്പുഴയിലൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്നലെ അതിൻ്റെ നീറ്റ് എക്സാമൊക്കെ കഴിഞ്ഞു. ഞാനും വൈഫും മറ്റു കുട്ടികളും ചേർന്ന് അവളെ കാണാൻ പോയി. ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കരച്ചിൽ കേൾക്കാം, ഒരു കൂട്ടക്കരച്ചിൽ. പെൺകുട്ടികളുടെ ഡോർമെട്രിയിൽ നിന്ന് വലിയ കരച്ചിൽ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു, ഇതൊന്നും ഈ കരച്ചിൽ, എല്ലാ പെൺപിള്ളേരും കരയുന്നു. അപ്പോൾ എൻ്റെ മോളോട് ഞാൻ ചോദിച്ചു, എന്താ മോൾ അന്വേഷിച്ചിട്ടോ, നമുക്ക് അങ്ങോട്ട് പോകാൻ നിയമമില്ല. അവിടെ അവൾ കരഞ്ഞൊരു കഥ കേൾക്കണ്ടേ. ഈ തൊട്ടടുത്ത് കടലാണ്. ഈ കടലിൽ ജോലി ചെയ്യുന്ന ഒരു മത്സ്യബന്ധന തൊഴിലാളി ആയൊരു അപ്പൻ 3-4 ദിവസം കടലിലായിരുന്നു. അദ്ദേഹം കടലിൽ നിന്ന് മത്സ്യത്തെയൊക്കെ ശേഖരിച്ച് കരയ്ക്ക് കൊണ്ട് വിറ്റു. അപ്പോൾ ഈ 4 ദിവസം കടലിൽ പോയ മനുഷ്യൻ ഇതെല്ലാം വിറ്റപ്പോൾ കിട്ടിയ കുറേ പൈസ ഉണ്ട്. വള്ളത്തിൽ പോയതാ, അപ്പോൾ കുറേ പൈസ ഉണ്ട്. ഈ പൈസ ഇവിടെ കൊണ്ട് ഫീസ് അടയ്ക്കാൻ വന്നിരിക്കുക. ഇദ്ദേഹം കടലിൽ ജോലി ചെയ്ത അതേ പ്രകൃതത്തിൽ ഉപ്പുവെള്ളമടിച്ച ആ ഉടുപ്പുമൊക്കെ ഇട്ട് വന്നിരിക്കുക. ഈ പൈസ ഇങ്ങനെ മടിയിൽ നിന്നെടുത്ത് എണ്ണി എണ്ണി പ്രിൻസിപ്പളിൻ്റെ അതിൻ്റെ സ്ഥാപന ഉടമയുടെ കയ്യിലെടുക്കുമ്പോൾ അദ്ദേഹം ചൂടായി. ചേട്ടൻ എന്തിനാ ഇപ്പം ഇതും കൊണ്ട് വന്നേ? ഞാൻ ചോദിച്ചോ ഫീസ്? നല്ലൊരു മനുഷ്യനത്, ഇങ്ങനെ കൊന്ന് ഫീസൊന്നും മേടിക്കുന്ന ആളുമല്ല, മനുഷ്യത്വമുള്ള ഒരാളാണ്. അദ്ദേഹം വടക്ക് പറഞ്ഞു. മോളെ വിളിച്ചോണ്ട് വന്നിട്ട് ഈ വേഷത്തിൽ കടലിൽ നിന്ന് കയറി നേരെ വന്ന് ഈ പണം കൊടുക്കുക. ഈ അപ്പൻ്റെ വേഷവും രീതിയും കഷ്ടപ്പാടും എല്ലാം കണ്ട് ഈ മോളങ്ങ് കരഞ്ഞു. ഇവളെ ഡോക്ടറാക്കാൻ, ഇവളെ വലിയവളാക്കാൻ ഈ മുഷിഞ്ഞ വേഷത്തോടെ കയറി വന്ന് 4 ദിവസത്തെ കടലിലെ പണിക്ക് ശേഷം കയറി വന്ന് ഈ നിൽക്കുന്ന അപ്പനെ കണ്ട് പ്രിൻസിപ്പളും കരഞ്ഞു, സ്ഥാപന ഉടമ. ചേട്ടൻ എന്തിനാ ഇപ്പോൾ കൊണ്ടുവന്നേ? എനിക്ക് ഈ പൈസ വാങ്ങാൻ പറ്റുന്നില്ല, വേണ്ട കൊണ്ടുപോകും. അഭിമാനിയായ മനുഷ്യൻ പറയാ, വേണ്ട സാർ, കടൽ എന്നെ ചതിക്കില്ല, ഇവിടെ ഫീസെല്ലാം ഞാൻ അടയ്ക്കും, ഇവിടെ പഠിപ്പിക്കണം, ഇവിടെ മിടുക്കിയാക്കണം. ഈ അപ്പനെ കണ്ട് ഈ മോള് കരയുകയെ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുക. അദ്ദേഹത്തിൽ നിന്ന് മാറാനാവാത്ത വിധം ഇങ്ങനെ പിടിച്ചവിടെ നിൽക്കുക, വിടുന്നില്ല. ഈ മുഷിഞ്ഞ ഉടുപ്പിട്ട ഈ കഠിനാധ്വാനിയായ വീർത്ത് കുളിച്ചു നിൽക്കുന്ന അപ്പനോട് മകൾ കാട്ടുന്ന ഈ സ്നേഹവും വാത്സല്യവും കണ്ട് മറ്റു കുട്ടികളും കരഞ്ഞു. ഈ കരച്ചില ഒരു കൂട്ടക്കരച്ചിൽ. നമുക്ക് ഒരു കണ്ണ് നനയുന്ന അനുഭവമാണ് അവിടെ നിന്നപ്പോൾ.